നമസ്കാരം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് വൃക്കകൾ. ഏകദേശം ഓരോ കൈമുഷ്ടിയുടെയും വലിപ്പമുള്ള ഈ രണ്ട് വൃക്കകൾ വാരിയലിന് താഴെയായി ഇരുവശങ്ങളിലുമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. രക്തം ശുദ്ധീകരിക്കുക, ശരീരത്തിലെ ദ്രാവകങ്ങളുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നിവയെല്ലാം വൃക്കകളുടെ പ്രധാന ധർമ്മങ്ങളാണ്. ഹൃദയത്തെയും ആമാശയത്തെയും പോലെ അവയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സാധാരണയായി വലിയ ശബ്ദമുണ്ടാക്കാറില്ല. അതുപോലെ എല്ലാം മികച്ച രീതിയിൽ നടക്കുമ്പോഴും അവ നിശബ്ദരാണ്. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ കാര്യങ്ങളിലൂടെ വൃക്കകളുടെ ആരോഗ്യം തിരിച്ചറിയാൻ സാധിക്കും. വൃക്കകൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന അത്തരം ചില നിശബ്ദ സൂചനകളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പലപ്പോഴും രാവിലെ ഉറക്കമുണരുമ്പോൾ ദുർഗന്ധമുള്ള ശ്വാസം പലരിലും അനുഭവപ്പെടാറുണ്ട്. മോശം വായുടെ ശുചിത്വമോ ദഹന പ്രശ്നങ്ങളോ ഇതിന് കാരണമാകാം. എന്നാൽ വൃക്കകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശരീരത്തിലെ യൂറിയ പോലുള്ള വിഷവസ്തുക്കൾ അടിഞ്ഞുകൂടുകയും അത് ശ്വാസകോശത്തിന് മത്സ്യത്തിന്റെയോ അമോണിയയുടെയോ ഗന്ധം നൽകുകയും ചെയ്യും. രാവിലെ ഉണരുമ്പോൾ വായ ഉണങ്ങാത്ത അവസ്ഥയോ വിചിത്രമായ രുചിയോ ഇല്ലാതെ ശ്വാസത്തിന്റെ സാധാരണ ഗന്ധമാണെങ്കിൽ നിങ്ങളുടെ വൃക്കകൾ നന്നായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ നിശബ്ദ സൂചനയാണത്. ഈ ചെറിയ സൂചകം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതാണ്. എന്നാൽ ശ്വാസത്തിലെ സൂക്ഷ്മമായ മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നവർക്ക് വൃക്കരോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടെത്താനോ അല്ലെങ്കിൽ എല്ലാം ഭദ്രമാണെന്ന് ഉറപ്പുവരുത്താനോ സാധിക്കും കേട്ടോ. ക്ഷീണം പലപ്പോഴും സമ്മർദ്ദത്തിന്റെയോ ഉറക്കക്കുറവിന്റെയോ ഫലമാണ്. എന്നാൽ വൃക്കകൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അവ എറിത്രോപോയിറ്റിൻ എന്ന ഹോർമോൺ പുറത്തുവിട്ട് ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തെ സഹായിക്കുന്നു. ഈ ഹോർമോൺ അസ്ഥിമജ്ജയെ കൂടുതൽ ചുവന്ന രക്താണുക്കൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈ രക്താണുക്കളാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ എത്തിക്കുന്നത്. ഉച്ചതിരിഞ്ഞുള്ള തളർച്ചയോ വൈകുന്നേരങ്ങളിലെ മന്ദതയോ ഇല്ലാതെ ദിവസം മുഴുവൻ ഊർജം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ആരോഗ്യകരമായ വൃക്ക ഹോർമോൺ ബന്ധത്തിന്റെ പ്രതിഫലനമാണ്. വൃക്കകൾ ശക്തമാകുമ്പോൾ ശരീരം ദിവസത്തെ അതിജീവിക്കുക മാത്രമല്ല എളുപ്പത്തിൽ മുന്നോട്ട് പോകുകയും ചെയ്യുന്നു. ചർമ്മത്തിന്റെ വരൾച്ച ശരീരത്തിലെ നിർജ്ജലീകരണത്തിന്റെയോ കാലാവസ്ഥാ മാറ്റങ്ങളുടെയോ സൂചനയാകാം. എന്നാൽ നമ്മുടെ ചർമ്മം ശരീരത്തിലെ ജലാംശത്തിന്റെ സന്തുലിതാവസ്ഥയെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ആരോഗ്യകരമായ വൃക്കകൾ ശരീരത്തിലെ ദ്രാവക നിലകളെ നിയന്ത്രിക്കുകയും സോഡിയം പൊട്ടാസ്യം പോലുള്ള അവശ്യ ധാതുക്കളെ സന്തുലിതമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ സന്തുലിതാവസ്ഥ ശരിയായിരിക്കുമ്പോൾ മോയിസ്ചറൈസറുകളുടെ നിരന്തരമായ ഉപയോഗം ഇല്ലാതെ പോലും ചർമ്മം മൃദുലവും വഴക്കമുള്ളതുമായി അനുഭവപ്പെടും. വരണ്ടതും പാടുകളുള്ളതുമായി തോന്നില്ല. പ്രത്യേകിച്ച് കൈകളിലും കാലുകളിലും ചർമ്മം മൃദുവായി തിളങ്ങുകയും ദിവസം മുഴുവൻ സുഖകരമായി അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വൃക്കകളുടെ മികച്ച ദ്രാവക നിയന്ത്രണത്തിന്റെ ഒരു നിശബ്ദ സൂചനയാണ്. രാവിലെയുള്ള മുഖത്തെ വീക്കം ഉറക്കക്കുറവോ ഉപ്പിന്റെ അമിത ഉപയോഗമോ കൊണ്ടാവാം. എന്നാൽ വൃക്കകൾ ശരീരത്തിലെ അധിക സോഡിയത്തെയും ദ്രാവകങ്ങളെയും പുറന്തള്ളാൻ സഹായിക്കുന്നു. രാവിലെ ഉണരുമ്പോൾ കണ്ണുകൾക്ക് ചുറ്റുമോ മുഖത്തോ നീരുണ്ടെങ്കിൽ അത് ശരീരത്തിൽ ദ്രാവകം കെട്ടിക്കിടക്കുന്നതിന്റെ സൂചനയാകാം. ഇത് പലപ്പോഴും വൃക്കകൾക്ക് ഈ സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയാതെ വരുമ്പോഴാണ് സംഭവിക്കുന്നത്. രാവിലെ മുഖത്ത് വീക്കമില്ലാതെ ഉണരുന്നത് വൃക്കകൾ രാത്രിയിൽ ശരിയായ അളവിൽ ദ്രാവകങ്ങൾ പുറന്തള്ളുന്നു എന്നതിന്റെ തെളിവാണ്. നിങ്ങളുടെ മുഖം ശരീരത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു കണ്ണാടിയാണ്. പേശി വലിവ് അമിതമായ വ്യായാമം കാരണമോ തെറ്റായ രീതിയിലുള്ള ഉറക്കം കാരണമോ ഉണ്ടാകാം. ഈ കാരണങ്ങൾ പ്രധാനമാണ്. എന്നാൽ വൃക്കകൾ ഇലക്ട്രോലൈറ്റുകളായ കാൽസ്യം, സോഡിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവയുടെ അളവും നിയന്ത്രിക്കുന്നുണ്ട്. ഈ ധാതുക്കളുടെ അളവിലുള്ള അസന്തുലിതാവസ്ഥ പേശി വലിവ്, കോച്ചി വലിവ് അല്ലെങ്കിൽ കണ്ണിന്റെ പിടച്ചിൽ എന്നിവയ്ക്കൊക്കെ കാരണമാകും. ഉറക്കത്തിലോ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ശേഷമോ പേശികൾക്ക് കോച്ചി വലിവോ മറ്റ് അസ്വസ്ഥതകളോ ഇല്ലെങ്കിൽ അത് ശരീരത്തിലെ ധാതുക്കളുടെ സന്തുലിതാവസ്ഥയും വൃക്കകളുടെ ആരോഗ്യവും സൂചിപ്പിക്കുന്നു. ഈ സന്തുലിതാവസ്ഥ തെറ്റിയാൽ രാത്രികാലങ്ങളിലെ കാൽ വലിവ് അല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ അനുഭവപ്പെടുന്ന പേശി മുറുക്കം എന്നിവയിലൂടെ ശരീരം അതിന്റെ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാറുണ്ട്. വൃക്കകളുടെ ആരോഗ്യം നിലനിർത്താൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരുക എന്നതാണ് പ്രധാനം. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ വൃക്കകളുടെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്നതിനാൽ അവ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. മതിയായ അളവിൽ വെള്ളം കുടിക്കുന്നത് വൃക്കകളുടെ പ്രവർത്തനത്തെ സഹായിക്കും. ദിവസവും കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. കൂടാതെ പതിവായി വ്യായാമം ചെയ്യുന്നത് ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്താനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഇത് വൃക്കകൾക്കും നല്ലതാണ്. പുകവലി, അമിത മദ്യപാനം എന്നിവ വൃക്കരോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്നതിനാൽ അവ ഒഴിവാക്കണം. വേദന സംഹാരികളുടെ അമിത ഉപയോഗവും വൃക്കകൾക്ക് ദോഷകരമാണ്. വൃക്കരോഗങ്ങളുള്ളവർ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് വൃക്കകളുടെ ആരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമാണ്. കോള പോലുള്ള പാനീയങ്ങളിൽ
ഭക്ഷണങ്ങളിൽ ഉയർന്ന അളവിൽ ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. ഇത് വൃക്ക രോഗികൾക്ക് ദോഷകരമാണ്. ഉപ്പ്, പ്രോസസ്സ് ചെയ്ത മാംസങ്ങൾ, ടിന്നിലടച്ച ഭക്ഷണങ്ങൾ എന്നിവയിൽ സോഡിയം കൂടുതലായതിനാൽ അവ കുറയ്ക്കണം. പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവ ധാരാളം അടങ്ങിയ വാഴപ്പഴം, ഓറഞ്ച്, ഉരുളക്കിഴങ്ങ്, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ മിതമായ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. എന്നിരുന്നാലും മക്കഡാമിയ നട്ട്സ്, വാൽനട്ട് പോലെയുള്ള ചില നട്ട്സുകൾക്ക് പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ അളവ് കുറവായതിനാൽ മിതമായ അളവിൽ കഴിക്കാവുന്നതാണ്. ഏത് ഭക്ഷണ രീതിയും തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെയോ ഡയറ്റീഷ്യനെയോ സമീപിക്കുന്നത് ഉചിതമാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ ചെറിയ സൂചനകൾ ശ്രദ്ധിക്കുകയും ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടുകയും ചെയ്യുന്നത് വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും. ഞാൻ ഇപ്പോൾ പങ്കുവച്ച വിവരങ്ങൾ പൊതുവായ അറിവുകൾ മാത്രമാണ്, വൈദ്യോപദേശമായി ആരും കണക്കാക്കരുത്. നിങ്ങളുടെ വൃക്കകളുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ സമീപിക്കുകയും കൃത്യമായ വൈദ്യപരിശോധന നടത്തുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്? അഭിപ്രായങ്ങളൊന്ന് പങ്കുവയ്ക്കണേ.